എല്ലാവർക്കും നല്ല നമസ്കാരം. ഹാപ്പി ഓണം. ഓണാഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ വിഭാഗങ്ങളും. ഇത് കണ്ടോ നിങ്ങൾ? ഇതെന്താ സംഭവം എന്നറിയാം? ചാലക്കുടി ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാലയത്തിൻ്റെ അങ്കണത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ വിദ്യാലയം ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി വിദ്യാലയം. ഈ വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇതാ ഡെസ്കും ബെഞ്ചുകളും ഇങ്ങനെ നിരത്തിയിട്ടാണ്. എന്താ സംഭവം എന്നറിയാം? ഇന്ന് നടക്കാൻ പോകുന്നത് വലിയൊരു ഓണാഘോഷമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലൊക്കെ തന്നെ ആഘോഷങ്ങൾ വളരെ ചെറുതായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാലയവും വലിയ ആഘോഷങ്ങളൊക്കെ കുറച്ചുകൊണ്ട് ഓണസദ്യ വളരെ മനോഹരമായിട്ടും രുചികരമായിട്ടും കുട്ടികൾക്കെല്ലാം ആസ്വാദികരമായ രീതിയിൽ കൊടുക്കാനാണ് ഈ വിദ്യാലയം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ സ്കൂളിൻ്റെ പിറകിലായിട്ട് ടീച്ചേഴ്സും അതുപോലെ തന്നെ ഈ സ്കൂളിലെ കുട്ടികളുടെ രക്ഷാകർത്താക്കളും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഭക്ഷണ വിഭവങ്ങൾക്കായിട്ട് പാചകപ്പുരയിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ സാമ്പാർ ഉണ്ടാക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും അതിന് വേണ്ടുന്നുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഒരു വശത്തെ അരിയൽ തകൃതിയിൽ നടക്കുന്നു, മറുവശത്ത് ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മുടെ ജെയ്സൺ മാഷ്, നമ്മുടെ പ്രിൻസിപ്പാളായിട്ടുള്ള ജെയ്സൺ മാഷ്, ഹെഡ് മാസ്റ്ററായിട്ടുള്ള ജെയ്സൺ മാഷ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് ഒരു വശത്തുണ്ട്, അതുപോലെ തന്നെ മറുവശത്ത് രക്ഷാകർത്താക്കളുണ്ട്. ഇതെല്ലാം ഒരു കോർഡിനേഷനിലാണ് ഈ 2000 കുട്ടികൾക്ക് ഓണസദ്യ ഒരുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയിലാണ്. സ്കൂൾ കൂട്ടായ്മ എന്ന് പറയില്ലേ, ആ ഒരു അനുഭവം ഹൃദയാർദ്രമായിട്ട് ഇതൊരു ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. കണ്ട എൻ്റെ പിറകിലാണ്ട ഈ പറയുന്ന ഡെസ്കുകളിലും ബെഞ്ചുകളിലും ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾ വരും. നല്ല തൂശനിലയിട്ട് ഓണവിഭവങ്ങളടങ്ങുന്ന സൂപ്പർ കിടിലൻ അടിപ്പൻ ഓണസദ്യ കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതിന് മുൻപ് ഇതിൻ്റെ ഒരുക്കങ്ങളും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം. എന്തായിരുന്നാലും പഠിക്കുന്ന വിദ്യാലയത്തിലെ ഓർമ്മകൾ എന്നും നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കും. ഓരോ ആഘോഷവും സ്കൂളിൽ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്നതാവും. അങ്ങനെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഓർമ്മിക്കുന്നതാക്കി അനുഭവമാക്കി മാറ്റുകയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ ഓണാഘോഷം. നമുക്ക് ഈ ഓണാഘോഷത്തിലെ കാഴ്ചകളിലേക്ക് കടന്നു ചെല്ലാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ചാലക്കുടി ഉപജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങളിലൂടെയാണ് നമ്മ പോകുന്നത്. ഓണാഘോഷത്തിൻ്റെ വൈബുകൾ കുറച്ച് ഓണം മധുരിക്കും ഓർമ്മയാക്കി മാറ്റുന്ന തയ്യാറെടുപ്പിലാണ് കുറ്റിക്കാട് സ്കൂൾ അധ്യാപകരും ടീച്ചേഴ്സും രക്ഷാകർത്താക്കളും. 2000 കുട്ടികൾക്ക് സദ്യ ഒരുക്കുക സംഭവം പറയണ പോലെയല്ല. തൂശനിലയിൽ ഉപ്പേരിയും പപ്പടവും പായസവും കറികളും തോരനും മെഴുക്കുപുരട്ടിയും തൊടുകറികളും പഴവും നെയ്യും ഉപ്പും ചേരുമ്പോൾ ഓണസദ്യ പൂർണ്ണവും. സംഭവം പറയാൻ എന്തെളുപ്പ, പക്ഷെ ഒരുക്കുന്നതിലാണ് വൈബ്. എന്തായാലും കുറ്റിക്കാട് സ്കൂൾ അധ്യാപകരും രക്ഷകർത്താക്കളും ഒരുമിച്ച് ചേർന്ന് വിഭവങ്ങൾ ഒരുക്കുന്ന തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പല സ്കൂളുകളിലും സദ്യ പുറത്തേൽപ്പിക്കലാണ്. ഭക്ഷണമൊരുക്കുന്ന സ്കൂളുകളുമുണ്ട്. എന്നാൽ 2000-ഓളം കുട്ടികൾക്ക് സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അല്പം കഷ്ടപ്പാടുണ്ട്. പക്ഷെ ഒരു ടീം വർക്ക് വന്നാൽ സംഗതി റെഡി. അവിടെയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീം വർക്ക് സൂപ്പറായിട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു സംഭവം എന്തെന്ന് വെച്ചാൽ കുട്ടികളുടെ കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നമ്മുടെ ചങ്ങാതിമാരൊത്ത് ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണാന്ന് പറഞ്ഞാൽ, അതും അധ്യാപകരോടൊത്ത്, അതൊരു ഭയങ്കര വൈബാ. 2000 കുട്ടികൾ തങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ ഒരുമിച്ചിരുന്ന് ഓണസദ്യ അങ്ങോട്ട് കഴിച്ചു. സംഭവം ആകെ ടോട്ടൽ മൊത്തം കളറായി, വൈബായി, ഓണം നിലാവായി. ഇതിലൊക്കെ ഭയങ്കര ഒരു കൂട്ടായ്മ രൂപപ്പെടും, പണ്ടത്തെ കല്യാണ തലേന്നുകൾ പോലെ. സ്കൂൾ എന്നുള്ളത് ഒരു വലിയ സംസ്കാരമാണ്. പലതും പഠിപ്പിക്കാതെ പഠിച്ചെടുക്കേണ്ട ഒരു വലിയ സംഭവം. എന്തായാലും കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓണാഘോഷവും ഓണസദ്യ ഒരുക്കലും ഒരുമിച്ച് ചേർന്നുള്ള സദ്യ ഉണ്ണലും ഗംഭീരായി, വൈബായി, സൂപ്പറായി. തീർച്ചയായിട്ടും വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ എളിയ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഓണാഘോഷം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ച് 2000-ലധികം പഠിക്കുന്ന ഈ വിദ്യാർത്ഥികൾക്ക് ഓണമായിട്ട് അവർക്കൊരു ഓണസദ്യ നൽകുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങളാണ്.
അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റാഫ് അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഏറ്റവും നല്ല രീതിയിൽ നാളെ 2000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു ഓണസദ്യ നൽകുവാനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.